ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചതുരംഗപ്പാറ. ഓക്കെ, അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഇടുക്കിയിലൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇടുക്കിയിൽ നിന്ന് അറൗണ്ട് ഒരു 18 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. സേനാപതി അല്ലെങ്കിൽ ഉടുമ്പൻചോല എന്നൊക്കെ പറയുന്ന പഞ്ചായത്ത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പല സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സ്ഥലമാണ്. ആ പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10-10:30 ഒക്കെ സമയപ്പോൾ അവിടെ എത്തി. അപ്പോൾ അവിടെ കുറച്ച് ജീപ്പ് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് നല്ല ഓഫ് റോഡാണ്. ഓഫ് റോഡ് നമ്മൾ 10-ഒരു 8 സ്കെയിലൊക്കെ കൊടുക്കാം, അങ്ങനത്തെ ഒരു റേഞ്ചാണ്. അപ്പം അവർ നമ്മുടെ അടുത്ത് ഫസ്റ്റേ ചോദിച്ചു വണ്ടി 4x4 ആണോ എന്നൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞ് ആണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നോക്കിയും കണ്ടുമൊക്കെ ഓടിച്ചാൽ മതി, ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ സൈഡ് ഓക്കെ, രണ്ടിരിക്കുകയല്ലേ, ശരി. അപ്പം നമ്മൾ പിന്നെ അവരുടെ ഫോൺ നമ്പരും വാങ്ങിച്ച് വെച്ചു. കാരണം ഇൻ കേസ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാമല്ലോ. കാരണം നമ്മൾ ഒരു വണ്ടിയേ ഉള്ളൂ ആക്ച്വലി. ഇങ്ങനത്തെ ഒരു എക്സ്പെഡിഷനൊക്കെ പോകുമ്പം 2 വണ്ടി വേണം ആക്ച്വലി. ദാറ്റ് ഈസ് ഫോർ ദി സേഫർ സൈഡ്. പിന്നെ എന്ത് ചെയ്യാൻ, ഞാനും അനിയനും 2 കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അവിടെ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ലെഫ്റ്റിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ലെഫ്റ്റിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ്. അടിപൊളി വിൻമില്ലും കാര്യങ്ങളും, ഒരു രക്ഷയില്ല. അപ്പം ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഈ വീഡിയോയിൽ അവസാനം നമ്മൾ എത്തുന്നൊരു പോയിന്റ് ഉണ്ട്. അതാണ് ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് തമിഴ്നാടാണ്, ലൈക്ക് തമിഴ്നാട് ബോർഡർ സൈഡാണ് അത്. അപ്പം ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഈവൻ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട്, ട്രാവലേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഷുഡ് ബി കെയർഫുൾ. കാരണം ഒരു സൈഡ് അതിമാരകമായ കൊക്കയാണ്, പിന്നെ നല്ല കാറ്റാണ്, അപ്പം ഡേഞ്ചറസ് ആണ്. അപ്പം നമ്മൾ ചില സീസണിലൊക്കെ അവർ കയറ്റി കൊടുത്തോരുമില്ല. വി ഹാവ് ടു ബി ലിറ്റിൽ ബിറ്റ് കോഷ്യസ്. ഇപ്പം നിങ്ങളിവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ കൂട്ടാളി എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് എക്സ്ട്രീമാണ്, ഫോഴ്സ് ഗൂർക്ക എക്സ്ട്രീം. പല വീഡിയോകളിലും നമ്മൾ അച്ഛനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടുന്ന് ഒരു സർക്യൂട്ട് എടുത്ത് കറങ്ങി നേരെ ചതുരംഗപ്പാറയുടെ മുകളിലത്തെ വ്യൂ പോയിന്റിലോട്ട് പോകും. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ നോർമൽ വണ്ടികളിലാണ് ഇതുവഴി വരുന്നതെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ് ജീപ്പ് റൈഡ്. കോസ്റ്റ് ഞാൻ ചോദിച്ചില്ല, ഐ തിങ്ക് ഒരു പെർ പേഴ്സൺ 500 അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. അവർ പ്രോപ്പറായിട്ട് നമ്മളെ കൊണ്ടുപോകും. 2 വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം അറഞ്ചം പുറഞ്ചം നമുക്ക് വേണമെങ്കിൽ അടിച്ച് പൊട്ടിച്ചൊക്കെ ഓടിക്കാം. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ട്രക്ക് നല്ലൊരു ഫസ്റ്റ് പോയിൻ്റൊക്കെ നമുക്ക് 2 വീലിൽ നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊക്കെ 2 വീലിലാണ് നമ്മൾ പോകുന്നത്. കാരണം പിന്നീട് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റിയലി റെക്കമെൻഡ് 4 വീൽ ഡ്രൈവ്. കാരണം ചുമ്മാ വണ്ടിയും കംപ്ലൈൻ്റ് ആവും, മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് വീഡിയോയിൽ നിങ്ങൾക്കത് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല. കാരണം നല്ല കുഴിയൊക്കെ ഉണ്ട്, ലൈക്ക് ആർട്ടിക്കുലേഷനൊക്കെ ഇല്ലേ. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മനസ്സിലായില്ലേ? ആ ഒരു വൈബ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ നമ്മുടെ വണ്ടി പടവും. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം ഇതുവഴി നമ്മൾ നേരെ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടോട്ട് പോകണം. ഇവിടെ ദി ഫണ്ണിയസ്റ്റ് തിങ് ഈസ് വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാടും. കാരണം ഭയങ്കര നാരോ റോഡാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി ജീപ്പൊക്കെ പോകുന്ന കാരണം ഈ കാണുന്ന ആ ഒരു പർട്ടിക്കുലർ ടെറൈനാണ്, ഗ്രാവലാണ്. പിന്നെ കുറച്ച് കുഴിയൊക്കെ ഉണ്ട് അവിടെ ഇവിടെ. പക്ഷേ ഇറ്റ് വാസ് ഫൺ. വി എൻജോയ്ഡ് ഇറ്റ് ആക്ച്വലി. നെക്സ്റ്റ് ടൈം എന്തായാലും ഇനി നമ്മൾ ബൈക്കിലൊന്നും ഇതുവഴി വരുന്നുണ്ട്, എക്സ്പൾസ് ഒക്കെ എടുത്തുകൊണ്ടൊന്ന് വരണം. അതിന് മുമ്പ് ഒരു ഇൻസ്റ്റാ 360 X4 ക്യാമറ കൺഫേം ആയിട്ട് സെറ്റ് ചെയ്യണം. കാരണം ഇത് എല്ലാവർക്കും ആ ഒരു വൈബ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ല ക്യാമറ എല്ലാം വേണം. കാരണം എൻ്റെ അമ്മേ വേറെ വൈബ്. പിന്നെ ഇത് ഇവിടെ ഒന്നും വലിയ ഡേഞ്ചറൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഈ ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷേ ആ ജീപ്പ് ചേട്ടന്മാർ പറഞ്ഞ് ഇപ്പം ഈയിടെയായിട്ടൊന്നും വലിയ സീനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയപ്പോഴാണ് മോനെ വേണ്ട ഈ ഒരു സ്ഥലം എത്തിയത്. വേറെ രീതിയിലെ വേറെ വൈബാണ്. എങ്ങനെ പറഞ്ഞു തരാനായി. ഇപ്പം ഐ വാസ് വണ്ടറിങ്, നല്ലൊരു മഴ അല്ലെങ്കിൽ ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് സമയത്തൊക്കെ ഇവിടെ എങ്ങനെ ആയിരിക്കും. മൈ ഗോഡ്, കാൻറ്റ് ബിലീവ് ഇറ്റ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ,
ആ ഒരു സീനാണ് ഇത്. ആക്ച്വലി ഇതൊരു നല്ലൊരു കയറ്റമാണ് കയറുന്നത്, പക്ഷേ അത് യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ്. അത് അവിടെ നിങ്ങൾക്കത് അവിടെ എത്തിയാലേ അത് മനസ്സിലാൻ പറ്റുള്ളൂ. 100 അല്ല അറൗണ്ട് ഒരു 250 or 230 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ട്രിവാൻഡ്രത്ത് നിന്ന് ഈ പറഞ്ഞ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ഒരു ഏർലി മോർണിംഗ്, ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ് രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക എന്നൊരു സംഭവം ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ദാറ്റ് ഈസ് എ റഷ് ആക്ച്വലി. അങ്ങനെയൊക്കെ പോകുന്നതിനോട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞത് ഒരു നിങ്ങൾ ഉച്ചയ്ക്ക് വല്ലതും പോവുക, ഉച്ചയ്ക്ക് വല്ലതും പോയിട്ട് നൈറ്റ് ഇടുക്കി അവിടെ എവിടെയെങ്കിലും പൂപ്പാറ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് എന്നിട്ട് അടുത്ത ദിവസം ഏർലി മോർണിംഗ് ഇവിടെ വരണം. എൻ്റെ അമ്മേ ഹിറ്റായിരിക്കും. രാവിലെ ഒരു 5 o'clock ഇവിടെ എത്തണം. അടിപൊളി ഫസ്റ്റ് സൺറൈസൊക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടാണ് കേട്ടോ സൈഡിൽ. വീടല്ലാതെ എന്തോ ഫോറസ്റ്റുകാരുടെ എന്തോ ഒരു ചെറിയൊരു ഓഫീസ് എന്തോ ആണ്. ഓ മൈ ഗോഡ്. ഇവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കഴിയുന്നതും നമ്മുടെ വിൻഡോ ഇല്ലേ, വിൻഡോ അങ്ങ് അടച്ചേക്കണം. കാരണം ഉള്ള ആട്ടാമ്പുഴുവും മനസ്സിലായില്ലേ, വെറൈറ്റി കാട്ട് ചെലന്തിയും കാര്യങ്ങളും ഒക്കെ വണ്ടിക്കകത്ത് കയറും. അപ്പോൾ അതൊന്ന് നോക്കണം, വേറെ സീനൊന്നുമില്ല. എനിക്ക് കുറേ ജീവികളെ കിട്ടി, കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അറിഞ്ഞൂടാത്ത കുറേ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആണ് ഇപ്പോൾ ഗ്രൗണ്ട് എന്നല്ല ട്രാക്ക്. അത് കാരണം അധികം സ്ലിപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ വോബ്ലിംഗ് ഉണ്ട്, ലൈക്ക് ആ ഒരു ഹൈറ്റിൻ്റെ ആ ഒരു ഇതുണ്ട്. ഇതിപ്പോൾ മഴയത്തൊക്കെ എൻ്റെ അമ്മ വേറെ സീനായിരിക്കും. ഐ മിസ് മൈ എക്സ്പൾസ് ആക്ച്വലി. ജമ്പൊക്കെ എടുത്ത് പൊളിച്ചടുക്കായിരുന്നു. അതുകൊണ്ട് ആ നേരെ ആ കാണുന്ന മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലിറ്ററലി പറഞ്ഞാൽ നമ്മുടെ വിൻഡോസ് വാൾപേപ്പർ പോലത്തെ സ്ഥലം. ഐ എം സോ സാഡ്. കാരണം എൻ്റെ ഇത്രയും വർഷമായിട്ടും ഈ സ്ഥലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടൊന്നും വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. വർഷങ്ങൾക്ക് മുമ്പ് രാമക്കൽ മേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനും എൻ്റെ പയ്യന്മാരൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ DN റോഡ്സ് ബൈക്കർ ക്ലബ്ബില്ലേ, അപ്പോൾ അതിൻ്റെ നമ്മുടെ ടീമൊക്കെ ആയിട്ട് നമ്മൾ ബൈക്കിൽ പോയായിരുന്നു. ദാറ്റ് വാസ് എന്താ പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു ട്രിപ്പായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഇത് വേറൊരു മെമ്മറബിൾ ജേണിയാണ്. ആ കയറ്റമില്ലേ, അതാണ് വൈബ്. അത് വൈബെന്നല്ല പറഞ്ഞത്. അതായത് നമ്മൾ 4 ഹൈയിലാണ് പോയത്. കാരണം വെച്ചാൽ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഓഫ് റോഡൊക്കെ ഓടിക്കാൻ അറിയാവുന്നവർ വേണം പോകാൻ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇറ്റ് ഈസ് ഓക്കെ. ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്നും ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പാനിക്കാവും. ഈ കയറ്റത്തിൻ്റെ ഇടയിൽ വെച്ച് വല്ലതും വണ്ടി ഓഫായി കഴിഞ്ഞാൽ പാനിക്കായിട്ടേ വണ്ടി മൊമെൻറ്റം റിവേഴ്സിൽ അച്ചീവ് ആയി കഴിഞ്ഞാൽ വണ്ടി മറിയും. കാരണം ഈയിടയ്ക്ക് 2-3 വണ്ടികളൊക്കെ മറിഞ്ഞ സീനൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് വി ഹാവ് ടു ബി സ്ലൈറ്റ്ലി അല്ല എക്സ്ട്രീംലി കെയർഫുൾ. ഇൻ കേസ് വണ്ടി അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, വണ്ടി നിർത്തുക, ഗിയറിലൊക്കെ ഇട്ട് ബ്രേക്ക് പിടിച്ചൊക്കെ നിർത്തി ഗിയറിലും എല്ലാം ഇടുക. ഫസ്റ്റൊക്കെ ഇട്ട് നിർത്തിയതിന് ശേഷം ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ടതിന് ശേഷം ഹായ് ഗൈസ്, നമ്മൾ തന്നെ ക്യാമറാമാൻ, നമ്മൾ തന്നെ ഡ്രൈവേഴ്സ്. ഓക്കെ, വണ്ടി നിർത്തിയതിന് ശേഷം കോ ഡ്രൈവർ എത്രയും പെട്ടെന്ന് ബാക്കിൽ പോയി ഒരു ആപ്പോ തടയോ എല്ലാം വെക്കുക. എപ്പോഴും വണ്ടിക്കകത്ത് അങ്ങനത്തെ ഒരു കർവ്ഡ് തടിയുടെ പീസ് വെച്ചേക്കുക. കാരണം സമാധാനത്തോടെ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ സമാധാനം. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മുടെ എൻജിൻ തവിട് പൊടിയാവും. കാരണം താഴോട്ട് ഇറക്കമാണ്, ലൈക്ക് ഇറങ്ങിക്കൊണ്ട് വരുവാണ്. അപ്പം നമുക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കത്തില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു കയറ്റമാണ് ആക്ച്വലി. അപ്പോൾ നമ്മളൊരു സെക്കൻഡിലൊരു 4 ഹൈയിൽ സമാധാനത്തോടെ കയറി അങ്ങനെ പോവുകയാണ്. ലെറ്റ് സി മോളിൽ എന്താണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ട്രാക്ഷനൊന്നും ഒരു രക്ഷയില്ല. 140 bhp അണ്ടർ ദി ഹുഡ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ നോർമൽ ഗൂർക്ക, ഫോഴ്സ് ഗൂർക്ക എക്സ്ട്രീമാണ്.
ഒരു രക്ഷയില്ല. ടർബോ വിസിലും വിളിയും ബഹളവും എല്ലാം ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. ഇറ്റ് ക്രോൾസ് ലൈക്ക് എ ടാങ്ക്, ലിറ്ററലി ലൈക്ക് എ പാറ്റേൺ ടാങ്ക്. ഐ വിഷ് ഐ ആം സിറ്റിംഗ് ഓൺ ദി റൂഫ് ഓഫ് ദി കാർ. പിന്നെ എനിക്ക് നട്ടക്കാട്ടം വരുത്ത് മോളിൽ കയറിയിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോയിരിക്കാൻ. അല്ലെ, ആ ഒരു ഇൻസ്റ്റാ ക്യാമറ ഉണ്ടായിരുന്നേ കൊള്ളാമെന്നെങ്കിൽ ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ മുകളിലും എല്ലാം സെറ്റ് ചെയ്യാമായിരുന്നു. വേറെ ലെവൽ വ്യൂ ആയിരുന്നു. യുനോ വാട്ട്, ചില സമയത്ത് എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ചില എന്താ പറഞ്ഞാൽ ചില മൂവീസിലെ ഗ്ലാഡിയേറ്ററോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രോയ് ഒക്കെ ഇല്ലേ, ആ ഒരു മൂവിയുടെയൊക്കെ ആ ഒരു ലൊക്കേഷനൊക്കെ ഇല്ലേ, ആ ഒരു കളർ ഗ്രേഡിയൻ്റൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. സീ ദാറ്റ് ക്ലൗഡ്, മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി പോയിൻ്റ്. ഇവിടെ മോനെ ടെൻ്റ് അടിച്ച് കട്ടക്കണം. ഊഫ്. പിന്നെ ഒരു സീനുണ്ട്, ഇടി നല്ല ഹെവി ഇടി മഴയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര കാറ്റായിരിക്കും. അതൊന്നാമത്തെ കേസ്. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഡബിൾ ബ്രേക്കെല്ലാം ഇട്ട് നിർത്തിക്കണം. അതിന് പുറമെ ഇടിമിന്നൽ വരാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. സീ ദി വ്യൂ. ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് ഇത്രയും ഡീസലും കത്തിച്ച് എളുപ്പകാലത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത്. മൈ ഗോഡ്, ഓസം. നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ്. സി, ഇതൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടാണ് അല്ലേ. ഫസ്റ്റ് ഐ എം ഓൾസോ തിങ്കിങ് ലൈക്ക് നമ്മൾ ഫസ്റ്റ് കേരളം മൊത്തം നമ്മൾ കാണാം. എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ മേജർ സ്ഥലങ്ങളും പോയി കണ്ട് ഈ ഡോണ്ട് റഷ് ഇറ്റ്. ഒരു ദിവസം അവിടെ സ്റ്റേ അടിക്കണമെങ്കിൽ കടന്നു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഗോ സംവെയർ എൽസ്. ഈവൻ ഈ ഒരു സ്ഥലത്ത് എന്താ പറയുക, ഇതിപ്പോൾ ഒരു വട്ടം വന്നിട്ടും ഈ വീഡിയോ ഈ സൗണ്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ ലൈക്ക് 2 വീക്സിന് ശേഷമാണ്. I still wish to go there. Actually, I am planning, in fact, within 2 months or something, നമ്മുടെ ബോയ്സൊക്കെ ഇട്ട് ബൈക്കിലൊന്ന് പോകണമെന്നൊരാഗ്രഹം. പൊളി. ഫാമിലിയായിട്ടും വേണമെങ്കിൽ വരാൻ കുഴപ്പമില്ല. ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ് കമ്മിങ് അലോൺ. ഇഫ് ദർ ഈസ് വൺ മോർ കാർ, വൺ മോർ SUV, ഇറ്റ് വിൽ ബി നൈസ്. സ്ഥലത്തിൻ്റെ പേര് മറക്കണ്ട, ചതുരംഗപ്പാറ. I don't know why that name, but so special. പിന്നെ നെക്സ്റ്റ് ഇവിടെ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് ഈ റൂട്ട് തിരിച്ച് അടുത്ത് നമ്മുടെ സ്ഥലത്തോട്ട് പോകും. വേറൊരു സ്ഥലത്തോട്ട് പോകും. ദാറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദി എന്താ പറഞ്ഞാൽ വേറെ ലെവൽ വൈബാണ് അവിടെ. അവിടെ നിന്നാണ് നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റുന്നത്. ഇൻ ഫാക്ട് ഐ ഹേർഡ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അതായത് അവിടെ ഒരു കപ്പിൾ ലൈക്ക് അവിടെ സൂയിസൈഡൊക്കെ ചെയ്ത പോയിൻ്റാണെന്നാണ് പറയുന്നത്. ലൈക്ക് അവരവിടെ നിന്ന് എടുത്ത് ചാടി തമിഴ്നാട് സൈഡിലോട്ട് എടുത്ത് ചാടി. ഭയങ്കര ഭയങ്കര താഴ്ചയാണ്, കൊക്കയാണ്. പിന്നെ ഓ മൈ ഗോഡ്, ഈ വ്യൂ എങ്ങനെയുണ്ട്, പൊളിയല്ലേ. വണ്ടി ഇറങ്ങി പോകുന്നതും പിന്നെ ഡെഫിനറ്റ്ലി ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ അത് ആരുടെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഗിയറിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ഞങ്ങൾക്ക് പിന്നെയും സ്പീഡാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹിൽ ഡിസൈൻ കൺട്രോളൊക്കെ ഉണ്ട് വണ്ടിയിൽ. അതൊക്കെ ഹിൽ ഡിസൈൻ മോഡ് ഓണാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലോ റേഞ്ച് ഇട്ടിട്ട് ഫസ്റ്റിലിട്ട് ഇറങ്ങിപ്പോവാം. നല്ല ഡെഡ് സ്ലോ ആയിട്ട് പോകും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ചുമ്മാ ക്ലച്ച് പിടിച്ച് ബ്രേക്കും പിടിച്ച് വണ്ടിയെ ഇതാക്കില്ല. കാരണം ഇപ്പോൾ അല്ല ബ്രേക്ക് ഫെയിലിയറും വന്നാൽ വി ക്യാൻ എസ്കേപ്പ് ഫ്രോം ദാറ്റ് സിറ്റുവേഷൻ. ബട്ട് പീസ് ഓഫ് മൈൻഡ് വേണം. പെട്ടെന്ന് എല്ലാം കൂടെ പാനിക്കായി കഴിഞ്ഞാൽ പണിപ്പാളും. ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. ഓക്കെ, അപ്പം ആ സ്ഥലം ഞാൻ പറഞ്ഞില്ല, അവിടെ എന്തോ സൂയിസൈഡൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ലെറ്റ് സീ. ഇനി അടുത്ത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ വന്ന ഫസ്റ്റ് ആ ജീപ്പുകാരൻ ചേട്ടന്മാരെ കണ്ടില്ലേ, ആ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് മുകളിലോട്ട് പോകണം. ദാറ്റ്സ് ദി പ്ലാൻ. മൈ ഗോഡ്, ഐ ലവ് ദിസ് വ്യൂ. ഇപ്പം 4 ലോയിലാണ്. 4 ലോയിൽ വിത്തൗട്ട് ബ്രേക്സ്, വിത്തൗട്ട് ക്ലച്ച്, നത്തിങ്. ജസ്റ്റ് വണ്ടിയുടെ രീതിയിൽ അങ്ങ് പോവാണ്. വണ്ടി നിർത്തുന്ന പോലുമില്ല. വണ്ടി പക്കല്ലേ. നോ ഹെയർ ബാഗ്സ്. വി ഡൈ ലൈക്ക് റിയൽ മെൻ. ഫ്രണ്ടിൽ തെറിച്ച് പോയിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു കപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. മാൻ, ഐ വിഷ് ഐ കം ഇൻ വിൻ്ററല്ലല്ലോ, നമ്മുടെ മൺസൂൺ സമയത്തൊന്ന് വരണം അവിടെ. ഹോമോ, ആലോചിക്കാൻ കൂടി വയ്യ.
പക്കല്ലേ? യു ഗൈസ് ഷുഡ് എക്സ്പീരിയൻസ് വൺസ്. ഓക്കെ, ചതുരംഗപ്പാറ ഡെഫിനറ്റ്ലി ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വരാൻ തോന്നും. എന്തോന്നും മാൻ, ഇതൊക്കെ നോക്ക്, നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് ആണ്. നത്തിങ് ടു ബ്ലോക്ക് യുവർ വ്യൂ അല്ലേ. എവിടെ നോക്കി 360 തന്നെ ഹെവി, 360 വ്യൂ തന്നെ വേറെ ലെവല്. സീരിയസ്ലി ഞാൻ ആക്ച്വലി എൻ്റെ വേറെയും കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിരുന്ന, ബട്ട് അറിയാമല്ലോ ഈ കോർപ്പറേറ്റ് ജീവിതം ലൈഫ്, നമുക്ക് ഈ ലീവും കാര്യങ്ങളും സ്പോട്ടിൽ കിട്ടത്തുമില്ല. ആകെ മൊത്തം ശോകമായിപ്പോയി മാൻ. പക്ഷേ അല്ലാതെങ്കിൽ നമ്മളെ ഈ വണ്ടിയിൽ ആക്ച്വലി ഒരാളെയും കൂടെ ബാക്കി ഇരുത്താം, ഒരാളെയും കൂടെ കൊണ്ടുവരായിരുന്നു. നടന്നില്ല, പോട്ടെ, നെക്സ്റ്റ് ടൈം. അപ്പം ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങി. എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൻ്റെ ഒരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇല്ലേ, ഇത് ഇപ്പം ഇവിടെ ഫുള്ള് ചെളിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് മഴ ഉണ്ടായിരുന്നു, ഭയങ്കര ചെളിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ ആ ചെളിയൊക്കെ വെയിൽ കാരണം പോയതാണ് എന്നങ്ങനെ ജീപ്പ് ചേട്ടന്മാർ പറഞ്ഞത്. ഇവിടെയൊക്കെ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ലൈക്ക് വി ലിറ്ററലി ഡോണ്ട് നോ എത്ര താഴ്ചയുണ്ട് എന്ന്, അല്ലെങ്കിൽ എത്ര എന്തല്ലേ ചെളിയിൽ പൊതയാൻ സാധ്യത കൂടുതലാണ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ ടെൽ യു, ലൈക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി വി നീഡ് എ വെരി, എന്താ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു റിയർ ഡിഫ്ലോക്കൊക്കെ ഓക്കെ പോട്ടെ, ഒരു ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫ് LSD ഒക്കെ ഉള്ളൊരു വണ്ടിയൊക്കെ ആയിരിക്കണം വേണ്ടത്. 4x സാധാ 4x4 എടുത്താലും ഓക്കെയാണ്. ബട്ട് ഐ റെക്കമെൻഡ് ഒരു റിയർ LSD അല്ലെങ്കിൽ റിയർ ഡിഫ്ലോക്ക്, അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് സ്ലിപ്പ് ഡിഫറൻഷ്യലെങ്കിലും, മനസ്സിലായി, നമ്മുടെ ജിമ്നിയിലൊക്കെ ഉള്ള പോലത്തെ. നമുക്ക് പിന്നെ കുറുക്ക് പിന്നെ വേറെ സീനൊന്നുമില്ല. ബാക്കിൽ നമുക്ക് ഇതുണ്ട്, റിയർ സെപ്പറേറ്റ് ലോക്കുണ്ട്, ഫ്രണ്ട് ലോക്കുണ്ട്. ഇൻഫാക്റ്റ് ഈ ടെറൈനിൽ നമുക്ക് നോർമൽ 4x4 ലോക്കാണ്. പിന്നെ ഒരു ആഡഡ് സേഫ്റ്റിയാണ് മാൻ ഒരു ലോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ലൈക്ക് ഒരു ജീപ്പോ മറ്റേ വണ്ടികളൊക്കെ JCB ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഉള്ള ചില പമ്പേ ആലോചിക്കാൻ കൂടി വയ്യ. ദേ വിൽ ആസ്ക് അത് അവർ വേറെ ഒരു ലോബിയാണ്, ബിസിനസ് ടെക്നിക്കാണ്. ഇൻഫാക്റ്റ് ദേ വിൽ സാധാരണക്കാരായാലും പോകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തള്ളിവിടും. അപ്പോൾ അതൊക്കെ എപ്പോഴും കെയർഫുൾ ആയിരുന്നോണം. ഓക്കെ, ഇതാണ് മറ്റേ എൻട്രി. അപ്പോൾ അവിടെ നമ്മൾ നേരെ അങ്ങ് പോകണം. ഓക്കെ, അപ്പം ചില ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടുത്തെ ലോക്കൽസ് പറയും ഇറ്റ്സ് ഓക്കെ ബോയ്, പക്കയായിട്ട് കയറിപ്പോവും, സെറ്റാണെന്നൊക്കെ പറഞ്ഞു. കാരണം ദേ വോണ്ട് അസ് ടു ഗെറ്റ് സ്റ്റക്ക്. അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നതല്ല. ചില സ്ഥലങ്ങളിൽ അവർ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മളവരെ വിളിക്കുമ്പോഴത്തേക്ക് സ്ട്രൈറ്റ് അവേ 10,000 5,000 ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇറ്റ്സ് ആൻ ഈസി മണി ഫോർ ദം. അവരുടെ വണ്ടിയിൽ പോകുന്നതിനേക്കാളും അവർക്ക് ഈസി മണി നമ്മളെ വലിച്ചു തള്ളി വിടുന്നതാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചാണ്. ഒക്കെ നമ്മുടെ വണ്ടിയുടെ പൊട്ടൻഷ്യൽ എത്രയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നോണം. അതേപോലെ തന്നെ സാൻഡ് ബോർഡ്, എന്തെങ്കിലും ചെറിയ എന്താ പറഞ്ഞാൽ കയറ്, അല്ല കെട്ടി വലിക്കാനുള്ള കയറ് കാര്യങ്ങൾ, ഒരു സ്പോട്ടർ, വണ്ടിക്കകത്ത് ഇരിക്കല് വെയിലെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിറങ്ങിയിട്ട് സൈഡൊക്കെ നോക്കണം. അപ്പോൾ ആ ഒരു പ്രോപ്പർ നാവിഗേഷനൊക്കെ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാളും. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നൗ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് എന്താണെന്ന് അറിയത്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് പെപ്പർ പിന്നെ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരു പ്ലാന്റേഷൻ പോലത്തെ കൺസെപ്റ്റാണ്. ഇനി നമ്മൾ മുകളിലോട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് വിൻമില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഉണ്ട് കുറച്ച് കാലമായിട്ട്. ബട്ട് ഐ തിങ്ക് ദേ ആർ ആഡിങ് മോർ വിൻഡ് മിൽസ്. ഭയങ്കര പാടാണ് കേട്ടോ അവരുടെ ലൈഫ്. എൻ്റെ അമ്മ ഈ കാട്ടാമൂല ഏരിയയിൽ ഇതെല്ലാം വലിച്ച് കൊണ്ടുപോകണം, പീസായിട്ട് കൊണ്ടുവന്ന് അവിടെ വിട്ട് അസംബിൾ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കയറണം. പയ്യന്മാരെ കാണാൻ കേട്ടോ, കൊച്ചു പയ്യന്മാർ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഏജ് ഓർ ഇറ്റ്സ് ലൈക്ക് ഹൗ ദേ ആർ. ബട്ട് ഇത് ഹാർഷ് ലൈഫാണ്. ഇവന്മാർക്ക് 4 കോൺട്രാക്റ്റ് പറഞ്ഞിട്ട് എത്ര രൂപ സാലറി ഇട്ട് വന്നോ അല്ലേ, കഷ്ടം. അപ്പോൾ ഈ വെയിലത്ത് അതേപോലെ ഈ കാറ്റത്ത് ഇതിൻ്റെ മുകളിൽ കയറി എല്ലാം സെറ്റ് ചെയ്യണം. ആൻഡ് ദി ലിവിങ് കണ്ടീഷൻ സ്റ്റാൻഡേർഡ്സ് ഐ ഡോണ്ട് നോ. പെട്ടെന്ന് ഇപ്പോൾ ഒരു വാഷ്റൂമിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് നോ, അതൊക്കെ അറിയാമല്ലോ. ഒന്നാമതേ ഓഫ് റോഡ്. ഓക്കെ, അപ്പം റോഡൊക്കെ ഭയങ്കര നാരോ ആയിട്ട് വരികയാണ്. ഞാൻ ഇറങ്ങി ഫുള്ളൊന്ന് സ്പോട്ട് ചെയ്യാൻ നോക്കി. വേറെ സീനൊന്നും ഇല്ല ഇവിടെ. പിന്നെ കടുവയും പുലിയൊന്നും ഇല്ല. അതുകൊണ്ട് അവസാനം സ്പോട്ടറിനെ കടുവ എടുത്തുകൊണ്ട് പോയി എന്ന് പേടിക്കണ്ട. ആന ഇവിടെ മാത്രം ഒരു സീനേ ഉള്ളൂ. പക്ഷേ ആനയില്ല. കപ്പിൾ ഓഫ് വീക്സ് ആയിട്ട് ആനയും കാര്യങ്ങളൊന്നും വലിയ സീനില്ലെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു ദി ടോപ്പ്.
സ്വാമി ശരണം. ഇനി ഇതിനകത്ത് വലിഞ്ഞ് കയറണം. അതൊരു ടാസ്ക്കാണ് കേട്ടോ എൻ്റെ അമ്മോ. ഈ പ്രായത്തിലൊക്കെ ഓക്കെ, കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെയാണോ എന്തോ ആനപ്പുറത്ത് കയറുന്ന പോലെ കയറിയിട്ട് അങ്ങ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ വിൻമില്ല് കണ്ടു. അപ്പം ഇനി അങ്ങോട്ട് വിൻമില്ലിൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞ ആ മേജർ കൊക്ക. ഓക്കെ, ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ആസ്ട്രോയിഡ് വീണ ഒരു എന്തെന്നാ ഒരു മീറ്റിയോർ ക്രേറ്റ് പോലെയൊക്കെ തോന്നും. അങ്ങനെയാണ് അതിൻ്റെ ലുക്ക്. പക്ഷേ അത് താഴ്വരയാണ്. താഴ്വര എന്ന് പറഞ്ഞാൽ ഫുള്ള് തമിഴ്നാടാണ്. പിന്നെ അങ്ങോട്ട് അതൊന്നും അത് ഏത് സ്ഥലമാണോ എന്തോ, കോയമ്പത്തൂരൊന്നും അല്ല, കോയമ്പത്തൂർ എന്തോ ഭയങ്കര ഒരു തമിഴ്നാട് ഏരിയ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലെയിൻ സ്പോട്ട് ചെയ്യാനൊക്കെ നല്ല രസമാണെന്നാണ് പറയുന്നത്. രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സന്ധ്യ സമയത്തൊക്കെ വരുമ്പോൾ പ്ലെയിനൊക്കെ പോകുമ്പോഴത്തേക്ക് വി ഫീൽ ലൈക്ക് അത്ര ഹൈറ്റിലല്ല പോകുന്നത് പോലെ എന്നൊക്കെ തോന്നും. അത് അടുത്തൊരു ചേട്ടൻ പറഞ്ഞതാണ്. സോ വി ആർ ഗോയിങ് ടു ദി ടോപ്പ്. അവിടെ എന്തൊക്കെയൊക്കെയോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്റ്റ് ഇവിടെ ഒരു വേറൊരു റൂട്ടുണ്ട്. ബട്ട് ദാറ്റ് റൂട്ട് ഈസ് ക്ലോസ്ഡ്. ഐ ഡോണ്ട് നോ വൈ. ഈ എന്താ പറഞ്ഞ ഭാരത് ബെൻസ് ഈ ട്രക്കില്ലേ, ഇത് കയറി വന്ന ആ റൂട്ടിലാണ്. ഞാൻ നോക്കി 4x4 ട്രക്കാണ്. നോ, ഇറ്റ്സ് എ നോർമൽ ട്രക്ക്. പക്ഷേ ഇതിലാണ് ഇതിൻ്റെ കുറച്ച് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ വിൻമില്ലിൻ്റെ. സ്റ്റിൽ ദേ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതിന് വേറൊരു റൂട്ടുണ്ട്. ബട്ട് ദാറ്റ് റൂട്ട് വാസ് നോട്ട് ഓപ്പൺ ഫോർ us. I don't know. സോ നമ്മളിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വണ്ടിക്ക് ചെറിയ ഒരു പവർ ലോസ് വന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാര്യം EGR ഇല്ലേ, കുറേ കാലം വണ്ടി അനക്കാതിരുന്നിട്ട് ഇടയ്ക്കെടുത്തിട്ട് പൊളിക്കുമായിരുന്നു. EGR കുറച്ച് ബ്ലോക്കായി തുടങ്ങിയപ്പോൾ EGRന് ഒരു സീനുണ്ട്. ഇടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പവർ ലോസ് വരും. കാരണം അത് ഫസ്റ്റ് ഫീൽ ചെയ്ത സ്ഥലം ഇവിടെ വെച്ചാണ്. മര്യാദയ്ക്ക് ഓടിച്ചിട്ടിരുന്നാൽ പെട്ടെന്ന് നമുക്ക് പവർ ലോസ് വന്നു. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് വണ്ടി ഓഫ് ചെയ്ത് വണ്ടി കാരണം വേറെ ഒന്നുമില്ല. പവർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ കൊടുക്കുന്ന ത്രോട്ടിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണം. അതാണ് പ്രശ്നം. പക്ഷെ അത് പിന്നെ അങ്ങ് മാറി. ഇപ്പോൾ നമ്മൾ ടോപ്പിലോട്ട് പോവുകയാണ്. ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. പക്ഷെ മുകളിൽ ചെന്നപ്പോഴാണ് കോമഡി. അവിടുത്തെ എന്താ പറയുക, സ്റ്റാഫ് പറഞ്ഞു, ബ്രോ ദിസ് ഈസ് നോട്ട് ദി ടോപ്പ് വ്യൂ അപ്പുറത്താണ്. അപ്പം സോ യു ഗൈസ് ഹാവ് ടു ഗോ ടു ദി അതർ വേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പം മുകളിലോട്ട് പോവുകയാണ്. വണ്ടിക്കകത്ത് കുറേ ജീവികളും എല്ലാ കാട്ടു സാധനങ്ങളെല്ലാം കയറി. ഈ കാണുന്നതിലൊന്നും അല്ല, നല്ല സൂപ്പർ കയറ്റമാണ്. ഓക്കെ, ഇത് ഫസ്റ്റിൽ മര്യാദയ്ക്ക് 4 ഹൈയിലാണ് കയറുന്നത്. മെന്ന വർക്കിംഗ് ചെയ്തുകൊണ്ട് നേരെ കാണുന്ന ആ ടോപ്പിൽ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. പക്ഷേ ഇതുവഴി പോകാൻ പറ്റത്തില്ല. ദേ ഹാവ് ക്ലോസ്ഡ് ഇറ്റ് ഡ്യൂ ടു സം റീസൺ. അതുകൊണ്ട് അവർ പറഞ്ഞു വി ഹാവ് ടു ഗോ ത്രൂ ദി അതർ വേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ റൂട്ട് കാണിച്ചു. നല്ല പയ്യന്മാരുണ്ട് അവിടെ വർക്ക് ചെയ്യണം. അതിൻ്റെ മോളിലൊക്കെ പയ്യന്മാരുണ്ട്. കേട്ടോ, അതാണ് മോനെ ആ സ്ഥലം. സൂയിസൈഡ് പോയിൻ്റൊക്കെ ഉണ്ട്. എല്ലാം കാണിച്ചു തരാം. സോ നമ്മൾ വണ്ടി എടുത്ത് പയ്യെ താഴോട്ട് ഇറങ്ങി. എപ്പോഴും ഇറക്കം എളുപ്പമാണല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. കാര്യം ഒരു എന്താ പറഞ്ഞാൽ ഏത് സമയത്ത് നിന്നാലും നല്ല കാറ്റുള്ളൊരു സ്ഥലമാണ്. മീൻ ദാറ്റ്സ് ദി മെയിൻ റീസൺ അവർ വിൻമില്ലും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവർക്ക് വട്ടുണ്ടാക്കാറ്റില്ല സ്ഥലത്ത് ഇതൊക്കെ. അത് വല്ലാത്തൊരു മാജിക്കൽ ഫീലാണ്. ഈവൻ ദോ ഇതിപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 11:30 or 12 എന്തോ ആയെന്ന് തോന്നുന്നു. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹോട്ട്. ലൈക്ക് ആ ഒരു വെയിൽ കാര്യങ്ങളൊന്നുമില്ല. ജനുവരി മിഡ് സമയത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. സോ ഐ വണ്ടർ വാട്ട് വിൽ ബി ദി ടെമ്പറേച്ചർ, എസ്പെഷ്യലി നൈറ്റിലൊക്കെ. ഡാം വേറെ വൈബ്, തണുപ്പും കാറ്റുമായിരിക്കും. ഐ റിയലി വിഷ് ടു സ്റ്റേ ഹിയർ. എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഡൺ. സോ നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചു. പക്ഷേ ഇതിൽ കോമഡി, ആ പയ്യൻ പറഞ്ഞ ചേട്ടാ അങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വഴി പറഞ്ഞ തരത്തിൽ ഇതാണ് വഴി. എനിക്ക് ആക്ച്വലി ഈ വണ്ടി ഇതുവഴി കയറിയതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഐ വാസ് ടോട്ടലി ബിസി സ്പോട്ടിങ് ദി വെഹിക്കിൾ. ഏത് റൂട്ട് ലൈന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ, കാരണം ഒറ്റ സ്ട്രെച്ചിൽ കയറിയില്ല. വഴി ഇടയിൽ ഓഫായി കഴിഞ്ഞാൽ പണി പാളാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ. പിന്നെ
റിക്കവറിയൊക്കെ സീനാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പക്ഷേ എന്തോ സംതിങ് ഐ വാസ് നോട്ട് ഏബിൾ ടു റെക്കോർഡ്. പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ മുകളിൽ പോയിട്ട് അടുത്ത റൂട്ടിൽ അതിനെ വിളിക്കും. അതിന് വലിച്ച് കാരണം ഇതിൻ്റെ മുകളിലെത്തണം, അതാണ് ട്രാക്ക്. പക്ഷേ സോ ഹാപ്പി നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലോ ഇട്ടു, റിയർ ഡിഫ് ലോക്ക് അങ്ങ് ഓണാക്കി. കാര്യം ഇറ്റ്സ് ഓക്കെ, കമോൺ, ഡിഫ് ലോക്ക് ഉണ്ടായിട്ട് നമ്മൾ ഇടാതിരിക്കുന്നത് മോശമാണ്. വി യൂസ് ഇറ്റ്സ് എ താർ അല്ല സോറി ഇറ്റ്സ് എ താറല്ലോ, ഗൂർക്കയാണ്. സോ വി ക്യാൻ ഡു ഇറ്റ് മാനുവലി. ഐ തിങ്ക് താർ റോക്സിന് ഇപ്പോൾ മാനുവലി റിയർ ലോക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ഓക്കെ, സോ ഫുള്ള് സെറ്റാണ്. ഐ വിഷ് ചെറിയൊരു വാക്കി ടോക്കിങ് കൂടെ സെറ്റ് ചെയ്യണം. റേഞ്ച് ഇല്ലായിരുന്നു മാൻ. റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ മൊബൈലിൽ നമ്മൾ ലൗഡ് സ്പീക്കർ ഇട്ടാണ്. സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ റേഞ്ച് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ബട്ട് സ്റ്റിൽ കമ്മ്യൂണിക്കേഷൻ വാസ് പെർഫെക്റ്റ്, എവരിത്തിങ് വാസ് ഫൈൻ. കാരണം ആ ലെഫ്റ്റ് സൈഡിലുള്ള കുഴിയുണ്ടല്ലോ, അതൊക്കെ വേറെ വൈബ്. അങ്ങോട്ടൊന്നും നോക്കാനൊന്നും പാടില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ച് ലെഫ്റ്റ് എടുത്ത് കയറി. ഒന്ന് പാറ കയറിയാൽ സെറ്റാ മതി. ഫ്രണ്ട് 2 ടയർ പാറ കയറി. ഇനിയിപ്പോൾ നമുക്കൊന്നും പേടിക്കില്ല. ഏറെക്കുറെ നമ്മൾ ടോപ്പിലെത്തി. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനൊരു വഴിയുണ്ട് എന്ന് ആ പയ്യൻ പറഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഭയം, ഒരു ഉൾഭയം, മനസ്സിലായില്ല. അത് ആർക്കായാലും വരുമല്ലോ. പിന്നെ വിചാരിച്ച് ഈ വെയിലെത്തി ഇതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറിയതല്ലേ, ഇതും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. വരണമെങ്കിൽ വഴി വരട്ടെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് കയറി. സോ ഹാപ്പി. സോ ദിസ് ഈസ് ദി സ്പോട്ട്. മൈ ഗോഡ്, വേറെ ഇതാണ് ചതുരംഗപ്പാറ സ്പോട്ട്. ഇത് ബേസിക്കലി തമിഴ്നാടാണ്, തമിഴ്നാടിൻ്റെ ബോർഡറാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്നൊക്കെയാണ് ഓരോരുത്തന്മാർ വർക്ക് ചെയ്യുന്നത്. ആലോചിക്കുക, ഈ മല, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇതേണ്ട ആ കാണുന്നതിൻ്റെ അവിടെ നിന്നാണ് ആ 2 സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞത്. ലൈക്ക് 2 യങ് കപ്പിൾ എങ്ങാണ്ട്, എനിക്കറിയില്ല, കേട്ടതാണ്, കേട്ട കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അവിടെ നിന്ന് എടുത്ത് ചാടി മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യരുത്. എന്തുണ്ടെങ്കിലും വി ക്യാൻ ടോക്ക് ആൻഡ് വി ക്യാൻ ക്ലിയർ ദാറ്റ്. സോ ഇതാണ് വ്യൂ. മൈ ഗോഡ്, ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് കുറച്ച് ആ കല്ലിൻ്റെ മുകളിൽ കയറി മെഡിറ്റേറ്റ് ചെയ്ത് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത്. ഇറ്റ് വാസ് വൺ ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ്. യു ഗൈസ് ഡെഫിനറ്റ്ലി കം ഹിയർ ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. ഓക്കെ, ചതുരംഗപ്പാറ ഒരു രക്ഷയില്ല. ഭയങ്കര ചിലവുള്ള സെറ്റപ്പൊന്നും അല്ല. ഇറ്റ് ഈസ് റിയലി അഫോർഡബിൾ. ഇതൊക്കെ നാളെ വലിയ കോസ്റ്റ്ലിയൊക്കെ ആവുന്നതിന് മുമ്പേ വന്ന് കാണുക. ഓക്കെ, സപ്പോർട്ട് കേരള ടൂറിസം. ആൻഡ് വൺ തിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡോണ്ട് ട്രാഷ് യുവർ ഫക്കിംഗ് ട്രാവൽ. ഓക്കെ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടയില്ല. വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് ആൻഡ് ഓൾ സേഫ്റ്റി മെഷേഴ്സ് ഷുഡ് ബി ദർ. ഇഫ് പോസിബിൾ 2 4x4 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ പീസ്ഫുൾ ആൻഡ് ഓവർ അഡ്വഞ്ചറസ് ഒന്നാവില്ല. നമ്മുടെ ഏരിയ അല്ല. എവറിത്തിങ് ഈസ് വെരി കോസ്റ്റ്ലി and dangerous. So you guys, thank you so much for watching the video. ഇതേപോലെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതൊരു സീരീസാണ്. ലൈക്ക് ഒരു 3 or 4 days നമ്മൾ മൊത്തം ഇടുക്കിയെല്ലാം കറങ്ങിയപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പം ഹാവ് എ വണ്ടർഫുൾ ഡേ. ഓൾവേസ് വെയർ എ സീറ്റ് ബെൽറ്റ് ആൻഡ് റൈഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.